ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായിരുന്ന കമുക് കൃഷി ഇന്ന് പാടെ ഇല്ലാതായി കഴിഞ്ഞു. രോഗബാധയാണ് കർഷകരെ കമുക് കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണം. കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതുതായി കമുക് കൃഷി ചെയ്യുവാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. നിലവിൽ അടയ്ക്കയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. കുരുമുളകിനും കൊക്കോയ്ക്കും ഏലത്തിനുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കമുക് കൃഷി. അടയ്ക്കയായും കൊട്ടടയ്ക്കയായും പാക്കായുമെല്ലാം കർഷകർ ഉൽപ്പന്നം വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തിയിരുന്നു. എന്നാൽ പതിയെ രോഗബാധ കീഴടക്കിയതോടെ കമുക് കൃഷിയുടെ നാശം ആരംഭിച്ചു. തോട്ടങ്ങളിൽ നിന്നും തോട്ടങ്ങളിലേക്ക് രോഗബാധ പടർന്നതോടെ ഹൈറേഞ്ച് മേഖലയിൽ കമുക് കൃഷി പേരിന് പോലും ഇല്ലാതായി. കമുക് കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതുതായി കമുക് കൃഷി ചെയ്യുവാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അടയ്ക്കാമരം കൃഷി തെറ്റില്ലാത്ത കൃഷി, ആവറേജ് ഒരു വിലയുള്ള സാധനമാണ്. സാധനത്തിന് വില വരുമ്പോൾ നമുക്ക് കൃഷി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നോ നമുക്കൊരു സഹായവും കിട്ടുന്നില്ല. അതിന് അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിനോട് കൃഷിഭവനിൽ അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ കൃഷിക്കാർക്ക് അടയ്ക്കാമരം വയ്ക്കാനും അതിന് സംരക്ഷിക്കാനും താല്പര്യമുള്ള ആളുകൾ കൃഷിക്കാർ ഈ നാട്ടിലുണ്ട്. കാരണം വലിയ ചിലവ് കുറവാണ് കൃഷി ചെയ്യാനത്. മറ്റേ എല്ലാ ദിവസവും പണി ചെയ്യണം. അടയ്ക്കാമരെ സംബന്ധിച്ച് ദിവസവും പണി ചെയ്യേണ്ട കാര്യമില്ലത്. ആവറേജ് വില ഇപ്പോൾ ഉള്ള സമയമാണത്. അപ്പോൾ കൃഷിക്കാരന് പ്രോത്സാഹനം കിട്ടിയാൽ കൃഷിക്കാരൻ ഇഷ്ടംപോലെ കൃഷി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അടയ്ക്കാമരം നട്ടുപിടിപ്പിക്കാൻ കൃഷിയോട് ജനത്തിന് താല്പര്യമുണ്ട്. ഗവൺമെൻറ് ഒപ്പം നിൽക്കണം. കമുക് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം ഈ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലെടുത്തിരുന്ന നിരവധി ആളുകൾ മറ്റു തൊഴിലുകളിലേക്ക് തിരിഞ്ഞ് ഇന്ന് കുടുംബം പുലർത്തുന്നുണ്ട്. അടയ്ക്ക പറിക്കാനും തുരിശടിക്കാനുമൊക്കെയായി ധാരാളം ആളുകൾ ഈ മേഖലയിൽ തൊഴിൽ എടുത്തിരുന്നു. കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ ചില കർഷകർ വീണ്ടും കമുക് കൃഷി തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അടയ്ക്കയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് കമുക് കൃഷിക്ക് പരിപാലന ചെലവ് കുറവാണ്. പുതുതായി കമുക് കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ പിന്തുണ നൽകണമെന്നാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. എസ്. സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.